കോട്ടയത്തേക്കാണ് പോകുന്നത്. ജി ശ്രീജിത്ത് അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്ത് റെഡ് അലേർട്ട് ആണ്, എന്താണ് അവിടുത്തെ സാഹചര്യം? കോട്ടയത്തെ സംബന്ധിച്ച് മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ രാത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഇന്നലെ പകൽ പക്ഷേ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, അതായത് കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കിന്റെ കിഴക്കൻ മേഖല, ഈരാറ്റുപേട്ട, കൂട്ടിക്കൽ, പൂഞ്ഞാർ പോലെയുള്ള പല മേഖലകളിലും മഴ പെയ്തത്. അതിനിപ്പുറത്തേക്ക് ഇന്നലെ പകൽ ഈ കോട്ടയം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഏതാണ്ട് നല്ല വെയിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ കോട്ടയത്ത് ഉൾപ്പെടെ മഴ പെയ്തില്ലെങ്കിൽ ഈ കിഴക്കൻ മേഖലയിൽ മഴ പെയ്തു. രാത്രി വൈകിയും പലയിടത്തും ശക്തമായ മഴ പെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും കാര്യമായ അപകടങ്ങളോ അത്തരം സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയും നദികളിൽ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു റെഡ് അലർട്ടിൻ്റെതായ തുടർച്ചയായ മഴ ഇപ്പോഴും പെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഈ കാര്യമായി മറ്റെവിടെങ്കിലും ഒരിടത്ത് ഈ മണ്ണിടിച്ചിൽ ഭീതിയെ തുടർന്ന് ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചതൊഴിച്ചാൽ ബാക്കി എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളോ ഒന്നും തന്നെ തുടങ്ങേണ്ട സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്തായാലും ഈ അപകട സാധ്യതയൊക്കെ പലതും മുന്നിൽ കണ്ടുകൊണ്ട് കൺട്രോൾ റൂമുകൾ മറ്റും ഈ റെഡ് അലർട്ടിന്റെ ഭാഗമായി തന്നെ ജില്ലാ ഭരണകൂടം തുറന്നിട്ടുണ്ട്. ഈ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനവും തുടരുകയാണ്. ഈ മാർമല അരുവിയിലേക്ക്, തീക്കോയി മാർമല അരുവിയിലേക്ക് ഉള്ള സഞ്ചാരികളുടെ യാത്രയ്ക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇടപെട്ടാണ് അവിടേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നത്. മറ്റ് മഴ ഉണ്ടെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കോട്ടയം ജില്ലയിൽ കാര്യങ്ങൾ തുടരുകയാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരിടത്തും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ പോലും അതീവ ജാഗ്രത പുലർത്തേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും 4 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത്. കോട്ടയത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഇടുക്കിയിലും, എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ ജാഗ്രത കൈവിടാതെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കി, തീരദേശ മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കി ഏത് സമയവും ഒരു വെള്ളക്കെട്ടിനെ അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ്.